അയാൾ അങ്ങനെ ദുർഗയുടെ ടീം ഈ ബെഞ്ചമിനെതിരെ ഇങ്ങനെ ഏറ്റുമുട്ടുന്നതിൻ്റെ ഇടയിൽ ഈ ബെഞ്ചമിൻ ഈ ദുർഗയ്ക്കെതിരെ ഇങ്ങനെ ഗണ്ണിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു വടിയെടുത്ത് ആരോ ഒരാൾ അങ്ങ് എറിഞ്ഞ് ആ ഒരു ഗണ്ണ് അവൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് താഴെ വീഴാണ്. അപ്പോൾ അത് ആരാണ് എന്ന് വിചാരിച്ച് എല്ലാവരും നോക്കുന്ന സമയത്ത് അത് നമ്മുടെ സൂര്യയും വരുണുമായിരിക്കും. അപ്പോൾ അവരും കൂടി വന്നപ്പോൾ പിന്നെ ദുർഗയ്ക്ക് ഒരു ചെറിയൊരു ആശ്വാസമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ വീണ്ടും അവർ തമ്മിൽ അങ്ങ് ഏറ്റുമുട്ടുകയാണ്. അവസാനം ഏറ്റുമുട്ടി കഴിഞ്ഞതിന് ശേഷം ഈ ബെഞ്ചമിൻ്റെ ഗുണ്ടകളെയും ബെഞ്ചമിൻ എല്ലാവരെയും കൂടിയിട്ട് ഈ ദുർഗയും ടീമും അങ്ങ് കീഴ്പ്പെടുത്തുന്നുണ്ട്. ഇവരെല്ലാവരെയും പിടിച്ചിട്ട് അവരങ്ങ് പോലീസിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട്. പിന്നെ അവർ ഈ അമൃതേടത്തിനെയും ശ്യാമനെയും എവിടെയാണ് അവരെ ഒളിപ്പിച്ച് വെച്ച് എന്നൊക്കെ അവിടെ അങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട്. ആദ്യം അമൃതേടത്തിനെ അങ്ങ് കണ്ടുപിടിക്കുന്നുണ്ട്. അവരാണെങ്കിൽ അവരെ ബന്ദിയാക്കി ഒരു റൂമിൽ അങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെ പെട്ടെന്ന് തന്നെ മോചിപ്പിച്ചിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് ശ്യാമമ്മയുടെ എവിടെയാണ് എന്നൊക്കെ. അപ്പോൾ അപ്പുറത്തെ റൂമിലുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടിയിട്ട് ശ്യാമനെ അങ്ങ് തിരഞ്ഞു പോവാണ്. അപ്പോൾ ശ്യാമയാണെങ്കിൽ അവരെ വീണ്ടും മുഖം മൂടിയൊക്കെ ഇട്ട് അവിടെ അങ്ങനെ ബന്ധിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കാഴ്ച ഇവർ കാണുകയാണ്. അപ്പോൾ ഇവർ നേരെ ഓടിപ്പോയിട്ട് അവരെ അങ്ങ് രക്ഷപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ശ്യാമനെ കാണുന്ന സമയത്ത് ഈ വരുണും ഈ സൂര്യയും കൂടിയിട്ടൊക്കെ ആകെ ഞെട്ടുന്നൊക്കെ ഉണ്ട്. അവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. മരിച്ചു എന്ന് വിചാരിച്ച ഒരാളങ്ങനെ അവിടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ അവരെയും കൂടി അങ്ങ് രക്ഷപ്പെടുത്തി നമുക്ക് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ദുർഗയുടെ ടീമിനോട് ഈ വരുണ് ചോദിക്കുന്നുണ്ട്, ശരിക്കും ദുർഗ നീ ആരാണ് എന്നൊക്കെ ഇങ്ങനെ ഇവളോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, ഞാൻ ഈ ശ്യാമമാഡത്തിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നിമിത്തമായി എന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ ആരാണ് എന്നുള്ള കാര്യം എന്തായാലും വരുണിനോടും പറയുന്നില്ല. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യനോട് പറഞ്ഞേക്ക് കൂട്ടുകാരി അവൻ്റെ അമ്മയെ തിരിച്ചു തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം, അതുകൊണ്ട് ഞങ്ങളെന്തായാലും പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദുർഗയും കിരണും അവരുടെ ടീമും കൂടി അവിടെ നിന്ന് അങ്ങ് യാത്ര അയച്ച് പോവുകയാണ്. പിന്നെ ഇവരെല്ലാവരും കൂടിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ശ്യാമനെ കണ്ടെത്തിയെന്നുള്ള കാര്യം ആ പോലീസുകാരും കൂടി അറിയിക്കാണ്. ആ പോലീസ് ഓഫീസേഴ്സൊക്കെ ഇങ്ങനെ ഇവരെല്ലാവരും കൂടി അഭിനന്ദിക്കുന്നുണ്ട്. നിങ്ങൾ കാരണമാണ് ശ്യാമ മരിച്ചു എന്ന് വിചാരിച്ച ഒരാൾ കണ്ടെത്തിയത്. പോലീസിനെക്കാട്ടിൽ ഒരു പടി മുന്നേ നിങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടാണ് ശ്യാമൻ ഇപ്പോൾ കിട്ടിയത് എന്നൊക്കെ ഇവരോട് ഇങ്ങനെ പറയണം. അപ്പോൾ വരുൺ ഇങ്ങനെ സന്തോഷത്തോടെ അതൊക്കെ ശരി താങ്ക്സ്, പക്ഷേ ആരാണ് ഈ ദുർഗയും കിരണും, അവരെന്തിനാണ് ഇതൊക്കെ ചെയ്തത്, ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഒത്തും പിടിയും കിട്ടിയിട്ടില്ല എന്നൊക്കെ ഈ പോലീസുകാരോട് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഈ പോലീസുകാർ പറയുന്നുണ്ട്, ഷ്യാമക്ക് എന്ന് പറയുന്ന ലോകമെമ്പാടും ഒരുപാട് ആരാധകരുണ്ട്. അപ്പോൾ ആ ആരാധകരിൽ ആളുകളെല്ലാം കൂടി ഒരു ടീം ഉണ്ടാക്കി ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ പ്രവർത്തനം നടത്തി അവരെ രക്ഷപ്പെടുത്തിയതാണ്. അതും അവരെ റിസ്കിൽ, അതും പോലീസുകാരെക്കാളും ഒരു പടി മുന്നിൽ അവരെ പ്രവർത്തനം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ശ്യാമ മേഡത്തിന് നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ഈ പോലീസുകാരനും അവനോട് ആ ഒരു രീതിയിൽ അങ്ങ് പറയാണ്. അപ്പോൾ പിന്നെ ഈ ശ്യാമ പറയുന്നുണ്ട്, ഇനി എന്തായാലും മകളുടെ അടുത്തേക്ക് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ പോലീസുകാരൻ പറയുന്നുണ്ട്, ഈ പിടികിട്ട പുള്ളികളെല്ലാം എന്തായാലും ഇനി നമുക്ക് പോലീസിൽ അറിയിച്ച് എന്തായാലും അവർക്കെതിരെ FIR എഴുതുന്നതെന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും തിരിച്ച് രക്ഷപ്പെടാൻ കഴിയാത്ത വിധമായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ ഈ പോലീസുകാരനെ നിർദ്ദേശമൊക്കെ കൊടുത്തിട്ട് ആ ഒരു ഓഫീസർ അവിടെ നിന്ന് അങ്ങ് പോകുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇവരെല്ലാവരും കൂടിയിട്ട് ശ്യാമനെയും കൊണ്ട് അവരിങ്ങനെ കാറിൽ വീട്ടിലേക്ക് യാത്ര ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രാധികയാണെങ്കിൽ വീട്ടിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. സൂര്യനും ഈ വരുണിനെ ഒന്നും കാണാനില്ല. അപ്പോൾ ഇവളിങ്ങനെ എവിടെയാണ് ഈ വരുണ് എന്നൊക്കെ വിചാരിച്ച് അവന് ഒരുപാട് ഫോൺ അടിക്കുന്നുണ്ടെങ്കിൽ അവന് ഫോൺ എടുക്കുന്നില്ല, അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ ഇവന് നേരെ ഈ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് വന്നിട്ട് രാധിക പറയുന്നുണ്ട്, അച്ഛൻ വരുണിനെ ഞാൻ ഒരുപാട് നേരം വിളിച്ചു നോക്കി, വരുണ് പോയിട്ട് കുറേ നേരമായി, പക്ഷേ തിരിച്ച് വന്നിട്ടുമില്ല, ഫോണും എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൾ അവളുടെ ആ ഒരു ടെൻഷൻ അങ്ങ് പറയണം. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അപ്പം അവൻ്റെ കൂടെ സൂര്യ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. സൂര്യയുടെ കൂടെ അല്ല അവൻ പോയത് എന്നൊക്കെ പറയുമ്പോൾ സൂര്യക്ക് ഞാൻ വിളിച്ചു നോക്കി, പക്ഷേ സൂര്യൻ ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ ഈ രാധിക പറയുന്നുണ്ട്. അപ്പോൾ ഈ അച്ഛൻ പറയുന്നുണ്ട്, എന്നാൽ നീ ആ ഫോണൊന്ന് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൂടി അങ്ങ് വിളിച്ചു നോക്കണം, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഇവളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടെൻഷനായിട്ട് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരും കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ദുർഗ ആ ഒരു നേരത്തെ ഈ ശ്യാമ മരിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞപ്പോൾ ആ ഒരു സമാധാനത്തിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല, എൻ്റെ എല്ലാവരും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് പ്രിയപ്പെട്ട എല്ലാവരും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇതും കൂടി ഇനി നഷ്ടപ്പെടാൻ വയ്യ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് അവളുടെ ഫോണിലേക്ക് ആ ഒരു മെസ്സേജ് വരുന്നത്. അപ്പോൾ അവൾ ആ ഫോൺ എടുത്തങ്ങനെ ആ ഒരു വെപ്രാളത്തിൽ അങ്ങ് തുറന്ന് നോക്കുന്ന സമയത്ത് ശ്യാമയുടെയും അമൃതേടത്തിൻ്റെയും ഒക്കെ കൂടി വരുണും സൂര്യയൊക്കെ നിൽക്കുന്നൊരു ഫോട്ടോ ആണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇവളങ്ങ് ഷോക്കായി അങ്ങ് ഞെട്ടുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. അപ്പോൾ ഇവൾ ആ ഒരു ഫോട്ടോ അവർക്ക് അച്ഛനും അമ്മക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഇതുപോലെ ഒരു ഫോട്ടോ വരുന്ന മുന്നേ എടുത്തിട്ടില്ല, അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഇതെല്ലാം കൃഷ്ണനെ എനിക്ക് കൊണ്ടുവന്ന് തന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വേഗം ഈ വരുണിനെ വീണ്ടും അങ്ങ് വിളിക്കണം. അപ്പോൾ വരുണ് ഫോൺ എടുത്തിട്ട് അവളോട് ഇങ്ങനെ പറയുന്നുണ്ട്,
എടി ഞാൻ എൻ്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, നിനക്കൊരു സർപ്രൈസാണ് എന്നൊക്കെ ഇങ്ങനെ ഇവളോട് പറയണം. അപ്പോൾ ഇവൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. അപ്പോൾ ഇവളോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ എന്തായാലും ഒരു അമ്പലത്തിലേക്കാണ് പോകാൻ നിൽക്കുന്നത്, നീ എത്രയും പെട്ടെന്ന് ആ അമ്പലത്തിലേക്ക് വരുമോ എന്നൊക്കെ ഇങ്ങനെ ഇവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശ്യാമക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. ശ്യാമ അവളോട് അങ്ങനെ നേരിട്ട് അങ്ങ് സംസാരിക്കുന്നുണ്ട്. മോളെന്തായാലും അമ്പലത്തിലേക്ക് വാ, നമുക്ക് നേരിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട് എത്ര ദൂരെയാണെങ്കിലും ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ ഇവർ നേരെ അമ്പലത്തിലേക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ ഈ ബെഞ്ചമിനെയും കൂട്ടാളികളെയും പോലീസുകാരും കൂടി അറസ്റ്റ് ചെയ്തിട്ട് അങ്ങ് കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ബെഞ്ചമിനെയും കൂട്ടാളികളെ രക്ഷിക്കണം എന്നുള്ളത് ഇനി ചന്ദ്രശേഖരൻ്റെ ഒരു ആവശ്യമാണ്. കാരണം അവരെ പിടിച്ച് അവരോട് ചോദ്യം ചോദിച്ചാൽ നേരെ അവസാനം എത്തിച്ചേരുന്നത് ചന്ദ്രശേഖരൻ്റെ അടുത്തേക്കായിരിക്കും എന്നുള്ള കാര്യം ചന്ദ്രശേഖരന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ചന്ദ്രശേഖരനെ പെട്ടെന്ന് തന്നെ ഈ ബെഞ്ചമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവരുടെ പിറകെ അങ്ങ് വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ ഈ പോലീസുകാരിങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരെ ഹാജരാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെയും കൊണ്ട് ഈ പോലീസുകാർ പോകുന്നത്. പക്ഷേ ആ പോലീസുകാരിലെ മെയിൻ പോലീസുകാരനെന്ന് പറയുന്നത് ഈ ബെഞ്ചമിൻ്റെ അനുയായിയായിരിക്കും. പക്ഷേ ബാക്കി പോലീസുകാർക്കൊന്നും അതറിയില്ല. അപ്പോൾ ഇയാളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പോലീസ് ഓഫീസർ പറയുന്നുണ്ട്, അതെ ഈ വഴി പോകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു വഴി അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഡ്രൈവർക്ക്. അപ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട്, സർ ആ വഴി എന്തിനാണ് പോകുന്നത്, നമുക്ക് നേർ വഴിക്ക് തന്നെ പോയാൽ പോരെ, ആ വഴി ഒരുപാട് പ്രശ്നങ്ങളുള്ള വഴിയാണ്, നമ്മൾ നേർ വഴിക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് ഷോർട്ട് വഴിയാണ്, അത് വഴി പോയാൽ എത്രയും പെട്ടെന്ന് എത്താം, ഇത് വഴി പോയാൽ ഒരുപാട് പ്രശ്നങ്ങളും ബ്ലോക്കുകളും എല്ലാം ഉണ്ട്, റോഡ് കംപ്ലൈൻ്റ് ഒക്കെയാണ് എന്നൊക്കെ അങ്ങനെ ഇയാളങ്ങ് കള്ളം പറയാണ്. അപ്പോൾ ഈ ഡ്രൈവർ പറയുന്നുണ്ട്, അതൊന്നുമില്ലല്ലോ, ഞാൻ ഇന്ന് രാവിലെ കൂടി അതുവഴി വന്നതാണ്, അപ്പോൾ യാതൊരു കുഴപ്പമില്ല, നമുക്ക് ആ വഴി തന്നെ നേർ വഴി തന്നെ പോയാൽ മതി എന്നൊക്കെ ഈ ഡ്രൈവർ പറയുന്നുണ്ടെങ്കിൽ ഈ പോലീസ് ഓഫീസർ അയാളോടും അങ്ങ് കയർത്ത് സംസാരിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ വഴി പോയാൽ മതി, അതാണ് നല്ലത് എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ പിന്നെ ഈ ഡ്രൈവർക്ക് അതൊക്കെ ഒന്ന് അനുസരിക്കേണ്ടി വരികയാണ്. അപ്പോൾ ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വഴി അങ്ങ് വണ്ടി എടുക്കുകയാണ്. ആ വണ്ടി എടുത്ത് കുറേ അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഗുണ്ടകളിൽ രണ്ടുപേർക്ക് മൂത്രം ഒഴിക്കാനുണ്ട് എന്നങ്ങ് കള്ളം പറയുന്നുണ്ട്. അപ്പോൾ ഈ പോലീസ് ഓഫീസർ എന്നാൽ വണ്ടി നിർത്തുക, അവരെ മൂത്രം ഒഴിക്കാൻ വിടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൊണ്ടുപോകുന്ന പോലീസരെല്ലാവരും കൂടിയിട്ട് ഇറങ്ങിയിട്ട് ആ ഒരു ഗുണ്ടകൾ 3 പേരെയും കൂടിയിട്ട് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവരെ മൂത്രമൊഴിപ്പിക്കാൻ വേണ്ടി പോലീസ് ഓഫീസേഴ്സ് 3 പേര് അവിടെ അങ്ങനെ പിറകിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയിലാണെങ്കിൽ ആ ഒരു മെയിൻ പോലീസ് ഓഫീസറും ഈ ബെഞ്ചമിനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഒരു പ്ലാനായിരുന്നു. അപ്പോൾ ഈ മെയിൻ പോലീസ് ഓഫീസർ ആ കാറിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ 3 ഗുണ്ടകളും അവിടെ നിന്ന് അങ്ങ് ഓടി രക്ഷപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഇവരങ്ങ് ഓടുകയാണ്. അപ്പോൾ ഓടുന്നത് കണ്ടിട്ട് ഈ മെയിൻ ഓഫീസർ നേരെ ഈ മറ്റു ഓഫീസറിൻ്റെ കൂടെ അങ്ങ് കൂടുകയാണ്. അവർ എത്രയും പെട്ടെന്ന് ഈ ഗുണ്ടകളൊക്കെ പിടിക്കണം വിചാരിച്ച് അവരുടെ പിറകെ അങ്ങ് വെച്ച് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ മെയിൻ ഓഫീസറും കൂടിയിട്ട് നേരെ ഓടിപ്പോയിട്ട് ആ ഓടിപ്പോകുന്ന 3 ഗുണ്ടകളെയും വെടിവെച്ച് അങ്ങ് വീഴ്ത്തുകയാണ്. അപ്പോൾ ബാക്കി പോലീസുകാരിങ്ങനെ ടെൻഷനായി ചോദിക്കുന്നുണ്ട്, അല്ല സർ നമ്മൾ വെടിവെച്ച് വീഴ്ത്തിയാൽ ഇനി ഏക തെളിവ് ഗുണ്ടകളിൽ മെയിൻ ആളുകളിലെ എത്തിക്കാനുള്ള ഏക തെളിവ് അവരായിരുന്നില്ലേ, അവർ കൊന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് ആ മെയിൻ ആളുകളിലേക്ക് എത്തുക എന്നൊക്കെ ഇങ്ങനെ ഈ ഓഫീസറോട് ചോദിക്കണേ. അപ്പോൾ ഈ ഓഫീസർ പറയുന്നുണ്ട്, ഈ ഗുണ്ടകൾ എന്ന് പറഞ്ഞത് പോലീസുകാരുടെ കയ്യിൽ നിന്ന് സാഹസികമായിട്ട് രക്ഷപ്പെടാൻ നോക്കി, അതുകൊണ്ട് അവരെ കീഴ്പ്പെടുത്തേണ്ടി വന്നു പോലീസുകാർക്ക്, വേറെ വഴിയില്ലല്ലോ, ഓടി രക്ഷപ്പെട്ട വെടിവെച്ച് വീഴ്ത്തണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇനി മീഡിയക്കാരൊക്കെ വരുമ്പോൾ അതായിരിക്കും റിപ്പോർട്ട് വരേണ്ടത്, പോലീസുകാരുടെ ഇടയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ പോലീസുകാരങ്ങ് വീഴ്ത്തിയതാണ് എന്നുള്ള രേഖയായിരിക്കും ഇനി മീഡിയക്കാർ വരുമ്പോൾ പറയേണ്ടത് എന്നൊക്കെ അവരോട് അങ്ങ് നിർദ്ദേശം നൽകിയിട്ട് ഇവർ ആ കാറിലങ്ങ് കയറി പോകാൻ നിൽക്കുന്ന സമയത്ത് ഈ കാറിലാണെങ്കിൽ ബെഞ്ചമിനില്ല. അപ്പോൾ ബെഞ്ചമിനും കൂടി ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള പോലീസ് ഓഫീസേഴ്സ് പറയുന്നുണ്ട്, അല്ല ആ ബെഞ്ചമിനും കൂടി ഓടി രക്ഷപ്പെട്ട് നമുക്ക് അവർ പിടിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പിടിക്കാൻ പോകുന്ന സമയത്ത് ഈ മെയിൻ ഓഫീസർ പറയുന്നുണ്ട്, അവൻ എന്തായാലും കൂടുതൽ ഓടത്തൊന്നുമില്ല, അവൻ്റെ കയ്യിൽ വിലങ്ങില്ലേ, അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരെ എല്ലാത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ്. ഈ ബെഞ്ചമിനാണെങ്കിൽ ഓടി 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 ഒരു റോഡിൻ്റെ അടുത്ത് അങ്ങ് എത്താണ്. അപ്പോൾ ആ റോഡിൻ്റെ അടുത്താണെങ്കിൽ ഈ ചന്ദ്രശേഖരൻ വണ്ടിയും കൊണ്ട് അങ്ങ് വരുന്നുണ്ട്. എന്നിട്ട് നേരെ അവനെയും കയറ്റി അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ ഇവനോട് പറയുന്നുണ്ട്, നീ ഇനി കൂടുതലായിട്ട് ഇവിടെ നിൽക്കണ്ട, ഞാൻ നിനക്ക് വിദേശത്തേക്ക് പോകാനുള്ള പേപ്പറും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട്, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നാട് വിട്ടോ എന്നൊക്കെ അങ്ങനെ പറയണേ. അപ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട്, അല്ല സേറ എന്തായിരിക്കും എന്നൊക്കെ അങ്ങനെ ചോദിക്കണേ. അപ്പം സേറ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ അവളെന്തായാലും ഇവിടെ ഉണ്ടാകും, നീ വിദേശത്തേക്ക് വിട്ടോ, ഇനി പ്രശ്നങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ അങ്ങനെ പറയാണ്. എന്നിട്ട് ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അല്ല നിൻ്റെ കയ്യിലുള്ള വിലങ്ങി നീ എന്താ ചെയ്യുക എന്നൊക്കെ അങ്ങനെ ചോദിക്കണേ. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതാണ്, അപ്പോൾ ഈ വിലങ്ങൊക്കെ അയക്കാൻ എനിക്ക് പെട്ടെന്ന് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ആ വിലങ്ങൊക്കെ ഈസി ആയിട്ട് അങ്ങ് അയച്ചു മാറ്റുകയാണ്. പിന്നെ ആണെങ്കിൽ നമ്മുടെ ശ്യാമ അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് ഇവരങ്ങനെ കാത്തിരിക്കുകയാണ്.
അപ്പോൾ ആ ഒരു ഏരിയക്ക് നമ്മുടെ രാധിക കൂടി അങ്ങ് ഓട്ടോയിൽ അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോയിൽ വന്ന് നേരെ ഈ ശ്യാമനെ അങ്ങ് ഈ രാധിക കാണുകയാണ്. അപ്പോൾ അവളെ കണ്ടിട്ട് അവരൊക്കെ അങ്ങ് സന്തോഷം കയറിയിട്ട് അവൾ നേരെ അമ്മയുടെ അടുത്തേക്ക് അങ്ങ് ഓടിപ്പോവുകയാണ്. അപ്പോൾ ഓടിപ്പോകുന്ന സമയത്ത് ഒരുപാട് ഗുണ്ടകളുടെ വണ്ടി അങ്ങ് വന്ന് ഈ ശ്യാമേനെയും വരുണും സൂര്യൻ നിൽക്കുന്ന ആ ഒരു വണ്ടിക്ക് ചുറ്റും അങ്ങ് കറങ്ങുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് രാധികക്ക് വീണ്ടും അങ്ങ് പേടി കയറുന്നുണ്ട്. അപ്പോൾ ഇവൾ ആകെ ടെൻഷനാവാണ്. അപ്പോൾ ഈ ഗുണ്ടകളെല്ലാവരും കൂടി വണ്ടി നിർത്തി പെട്ടെന്ന് തന്നെ ശ്യാമേനെ വീണ്ടും അങ്ങ് അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് എന്തായാലും എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ഇവർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ വരുണും സൂര്യൻ കൂടിയിട്ട് അതൊക്കെ പ്രതിരോധിച്ച് ആ ഗുണ്ടകൾക്കെതിരൊക്കെ ഫൈറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ അതിലൊരു ഗുണ്ട നമ്മുടെ രാധികയുടെ കഴുത്തിൽ അങ്ങ് കത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടിട്ട് ശ്യാമ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാൻ അവളെ അങ്ങ് രക്ഷപ്പെടുത്താനൊക്കെ ഈ വണ്ടിയിൽ നിന്ന് അങ്ങ് ഇറങ്ങിയിട്ട് മോളെ എന്നൊക്കെ വിളിക്കുന്നൊക്കെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ രാധിക ഈ പൂജാമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. എൻ്റെ അമ്മ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരയുന്നൊക്കെ ഉണ്ട്. അപ്പം മിക്കവാറും ആ ഗുണ്ടകൾ വീണ്ടും ശ്യാമിനെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ രക്ഷപ്പെട്ട ശ്യാമ വീണ്ടും തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുകയൊക്കെ നമുക്ക് കാത്തിരുന്നൊക്കെ തന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ഓൾ.